എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി തക്കാളി ചട്നിയാണ്. ദോശ, ഇഡ്ഡലി, അപ്പം, ചപ്പാത്തി, നീർദോശ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല കട്ടിയുള്ള തേങ്ങയൊന്നും ചേർക്കാത്ത വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക് ചേർക്കാം. വറ്റൽമുളകിൻ്റെ ഉള്ളിലുള്ള കുരു കളഞ്ഞ് ചേർക്കുകയാണെങ്കിൽ എരിവ് കുറഞ്ഞിരിക്കും. അതുപോലെ സാധാരണ മുളക് എടുക്കുകയാണെങ്കിൽ 1-2 മാത്രം ചേർത്താൽ മതി. കുരു കളഞ്ഞ് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ എരിവ് കുറവായിരിക്കും. ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളി ഇതിലേക്ക് ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ലതുപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇത് നന്നായി വെന്ത് അലിഞ്ഞു വന്നോളും. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി അടച്ചു വെച്ചാൽ കരിഞ്ഞു പോവും. 5 മിനിറ്റിന് ശേഷം ഈ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ സവാള അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് അലിഞ്ഞു പോകണമെന്നില്ല. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ ചെറിയ മല്ലിയില തണ്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്, ഒരു ചെറുത് മാത്രം ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. 30 സെക്കൻഡ് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ക്യാരറ്റ് വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു പച്ച സ്മെല്ലൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഈ ചൂടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ചൂടിൽ കിടന്ന് ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു പച്ച സ്മെല്ല് പോയിട്ടുണ്ടാവും. ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ചൂടാറിയതിന് ശേഷം മാത്രം അരയ്ക്കുക. ചൂടോടുകൂടി ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കാൻ പാടില്ല. നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവും. വെള്ളം ചേർക്കാതെ തന്നെ ഇത് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. ഇതിലേക്ക് ഈ ഒരു ചമ്മന്തിയിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്താൽ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. താളിച്ചൊഴിക്കാൻ വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. നല്ലെണ്ണയും ഇതിന് പകരം ഉപയോഗിക്കാം. നന്നായി ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചമ്മന്തിയിലേക്ക് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി ഇത് സെർവ് ചെയ്യാം. ദോശയ്ക്കും അപ്പത്തിനും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും നീർദോശയ്ക്കും ഒക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. തേങ്ങ ചേർക്കാതെ തന്നെ നല്ല കട്ടിയുള്ള ചമ്മന്തിയായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ചെറിയൊരു പുളിയും അതുപോലെ ക്യാരറ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. അധികം മധുരമൊന്നും ഉണ്ടാവില്ല. എരിവ് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. വറ്റൽമുളകിന് എരിവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഉപയോഗിക്കുക. അതുപോലെ കാശ്മീരി മുളക് പൊടി ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല കളർ വരുന്നത്. അത്യാവശ്യം നല്ല പുളി ഉള്ള തക്കാളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.